ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഡിസ്പ്ലേ വീഡിയോ ആണ്. ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ നമസിക്ക് സ്കൂൾ തുറന്നു. ആക്ച്വലി ജൂൺ 5-ാം തീയതി തുറന്നു. അവൾക്ക് വയ്യാതെ ഇപ്പോൾ ഇന്നാണ് സ്കൂളിൽ പോയിട്ടുള്ളത്. ഇന്നിപ്പോൾ ജൂൺ 18-ാം തീയതിയാണ് കേട്ടോ. ഇത്രയും നാൾ ലീവായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നാണ് പോയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇന്നാണ് വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു സൗകര്യം കിട്ടിയത്. ഓക്കെ, അപ്പോൾ അവൾക്ക് സ്റ്റിച്ച് ചെയ്ത കുറച്ച് ഡ്രസ്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാറ്റേൺസിൻ്റെ ചെറിയൊരു ഡിസ്പ്ലേ വീഡിയോ ആണ്. നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ഇട്ടിട്ട് തന്നെ കുറേ നാളായി. അപ്പോൾ എഗെയിൻ അതൊക്കെ ഒന്ന് ട്രാക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. നമുക്ക് നോക്കിയിട്ട് വരാം എങ്ങനെയാണ് എന്താണ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത്. അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. നമുക്ക് വേറെ പാറ്റേൺ റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെ നോക്കാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഒരു തിരക്കിൽ സ്റ്റിച്ച് ചെയ്തതായതുകൊണ്ട് സ്റ്റിച്ചിങ് വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ബാക്കിൽ തന്നെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ്. കാണുന്നുണ്ടോ? ഓക്കെ, കാണുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നെക്ക് പോർഷനിൽ ഞാനിങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? നെക്ക് പോർഷനിൽ ചെറിയൊരു സീക്വൻ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഈ ഒരു രീതിയിൽ. പിന്നെ കുറച്ച് ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വേസ്റ്റിൽ നമ്മൾ ചെയ്ത ഫ്ലവറാണ്, പിയോണി ഫ്ലവേഴ്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പിയോണി ഫ്ലവേഴ്സ് ഞാൻ പറയുന്നതാണ്, ആക്ച്വലി കാണുമ്പോൾ അങ്ങനെ ഇരിക്കുന്നില്ലേ പിയോണി ഫ്ലവേഴ്സ് പോലെ. അപ്പം ഇതിൻ്റെ ഫാബ്രിക് വന്ന് ഗൗൺ സാറ്റിനാണ്, നല്ല ഭംഗിയുള്ള പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇത്. ഇതിൻ്റെ താഴെ നമ്മൾ ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എക്സാക്റ്റ് മാച്ചിങ് കളറൊന്നുമില്ല, ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ലൈനിങ് എടുത്തിട്ട് ഇതിന് വെച്ചതാണ്, ഉൾക്കുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ ബാക്കിൽ ഇതങ്ങനെ ഒരു ബോ കൊടുത്തിട്ടുണ്ട്. ആ ബോർഡ് എൻഡിലും ചെറിയൊരു ബീഡ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സിബല്ല, ജസ്റ്റ് ഒരു ലൂപ്പ് ഇട്ട് കൊടുത്തിട്ട് ഹുക്ക് വെച്ച് കൊടുത്തിരിക്കുകയാണ്. സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്രോക്ക്. നല്ല രസമായിട്ടുള്ള ഫ്രോക്കാണ്, ഒരു മിഡ് ലെങ്ത് ആണ്, അതായത് ഇറങ്ങിയിട്ട് വരുന്ന ഒരു ലെങ്ത് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പിക്ചർ ഞാൻ ഇട്ടിട്ടുള്ള പിക്ചർ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫ്രോക്ക്. സെക്കൻഡ് വൺ, ഇതൊരു കോട്ടൺ ഫ്രോക്കാണ് കേട്ടോ, കോട്ടൺ മെറ്റീരിയലാണ്. ഇത് ഏകദേശം അതുപോലെയൊക്കെ തന്നെ ലൈനിങ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് 2 ടയറായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. ഒരു ലെയർ ഇങ്ങനെ കൊടുത്തിട്ട് താഴെ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ലെങ്ത്തിലേക്ക് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതായത് ഇതിൻ്റെ വേസ്റ്റിൽ അതേ ഫാബ്രിക് കൊണ്ട് തന്നെ നമ്മളൊരു ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഫ്രിൽസ് ചെയ്തിട്ട് അതിങ്ങനെ ചുറ്റി എടുത്തിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ വന്ന് ഒരു ചെറിയൊരു ബോട്ടനൊക്കെ പോലെ കൊടുത്തിട്ട് അതിൽ ഫ്രിൽസ് കൊടുത്തേക്കാണ്. സ്ലീവ്ലെസ് ആണ് പാറ്റേൺ. ഇതിൻ്റെ ബാക്കിലോട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു വി ഷേപ്പിലാണ് കേട്ടോ ഈ നെക്ക് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ബാക്കിലും ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്, ബാക്കിലും ഈ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നെക്കിലും കൊടുത്തിട്ടുണ്ട്. ഹുക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ, സിബല്ല, ഹുക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ്. ഇതിൻ്റെ യോക്ക് പോർഷനിൽ ഞാൻ ലൈനിങ് വെച്ചിട്ടില്ല കേട്ടോ, സ്കേർട്ട് പോർഷനിലേക്ക് മാത്രമാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്രോക്ക്, കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, പിന്നെ ഒരു സ്കേർട്ടും ടോപ്പാണ് കേട്ടോ, ചെറിയൊരു സ്കേർട്ടും ടോപ്പാണ്. ഇത് ക്രേപ്പാണ് ഫാബ്രിക്, ലെപ്പേർഡ് പ്രിൻ്റ് ഉള്ള ക്രേപ്പ് ഫാബ്രിക്കാണ്. ഇതിന് മീറ്ററിന് 95 റുപ്പീസ് എന്തോ ആണ്. ഞാൻ പുളിമൂട്ടിൽ നിന്നാണ് എപ്പോഴും ഫാബ്രിക്സ് എടുക്കാറുള്ളത്. ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബിറ്റിൽ നിന്ന് എടുക്കാറുള്ളത്. ഇത് ബിറ്റിൽ നിന്നല്ല, ഇതൊരു മീറ്ററായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. പക്ഷേ നേരത്തെ ഞാൻ രണ്ടും കാണിച്ചത് ഞാൻ ബിറ്റിൽ നിന്ന് തുണി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു സിമ്പിളായിട്ടുള്ള ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള ഒരു സ്കേർട്ട്, അതിന് സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്കൊക്കെയുള്ള ലൈനിങ് ഞാൻ എൻ്റെ കയ്യിലുള്ളത് എടുത്ത് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ബ്ലാക്ക് കളറോ ഈ ക്രീം കളറോ ഒക്കെ വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത് കേട്ടോ. ഇതിൻ്റെ ബാക്കിലും ജസ്റ്റ് ലൂപ്പാണ് കൊടുത്തിട്ടുള്ളത്. വേസ്റ്റിൻ്റെ അവിടെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന് ഹെഡ് ബാൻഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. യൂഷ്വലി നമ്മൾ എല്ലാത്തിനും ഹെഡ് ബാൻഡ് ചെയ്യാറുണ്ട്. ഈ യെല്ലോയ്ക്കും ഹെഡ് ബാൻഡ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ഡ്രസ്സ്, ഓക്കെ, ഇത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഇത് മുന്നേ ചെയ്തതാണ്, കഴിഞ്ഞ
നവംബർ 14th ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് താഴേക്ക് അംബർല പാറ്റേണിൽ വന്നിട്ട് ഒരു നമ്മൾ മോം ഡോക്ടർ കോംബോ ചെയ്തില്ലേ, അതിൽ ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇലാസ്റ്റിക് വെച്ചിട്ട് മീതെ പഫ് വരുന്ന സ്ലീവാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ ലൂപ്പ് തന്നെയാണ്, സിബൊന്നുമല്ല. ഒരു ഹുക്ക് വെച്ചിട്ടുണ്ട്. നെക്ക് ഒരു ബോട്ട് നെക്ക് പോലെയാണ്. നെക്കിൽ ചെറിയൊരു കട്ട് ബീഡിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഈ ഡ്രസ്സിൻ്റെ അപ്പം ഇതാണ് ഈ ഡ്രസ്സിൻ്റെ ഒരു മോഡൽ കേട്ടോ. ഇനി 2 ഡ്രസ്സസും കൂടെ ഉണ്ട്. അപ്പം ഞാനത് സൈഡിൽ കാണിക്കാം കേട്ടോ. വീഡിയോയുടെ നെക്സ്റ്റ് പാർട്ടായിട്ട് കാണിക്കാം. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിൻ്റെ പാറ്റേൺ, സ്റ്റിച്ചിങ് പാറ്റേൺ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ, നമുക്ക് നോക്കാം. ഇത് വന്നിട്ടൊരു കോട്ടൺ ഫ്രോക്കാണ് കേട്ടോ. നെക്കിൽ നമ്മൾ ഇതുപോലൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ആക്ച്വലി മെഷീനിൽ അലക്കാൻ കിടക്കുകയാണ്. അതാണ് എടുത്ത് ലൈവായിട്ട് കാണിക്കാൻ പറ്റാത്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സെപ്പറേറ്റഡ് ആയിട്ട് പക്ഷേ എയർലൈൻ പോലെ തന്നെ ചെയ്തിരിക്കുകയാണ്. താഴെ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാറ്റേൺ ആണ്. സ്ലീവ്ലെസ് ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കിൽ ഹുക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒന്നിന് സിബ് കൊടുത്തിട്ടില്ല, ഹുക്കാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു പട്ടുപാവാടയും ബ്ലൗസാണ് കേട്ടോ. ഇത് സാരിയിൽ ചെയ്തിട്ടുള്ളതാണ്. 2 ചെയ്തിട്ടുണ്ട്. ഇഷാനിക്കും ചെയ്തിട്ടുണ്ട്. സെയിം തന്നെ സാരിയിൽ സിമ്പിളായിട്ട് പഫ് സ്ലീവ് വെച്ചിട്ടുള്ള ബാക്ക് ഓപ്പൺ വരുന്ന പ്ലീറ്റഡ് സ്കേർട്ടാണ് കേട്ടോ. അത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ. നെക്സ്റ്റ് വന്നിട്ട് എഗെയിൻ ഒരു പട്ടുപാവാടയാണ്. ഇത് സെറ്റിൻ്റെ മെറ്റീരിയൽ, ചെക്ക് മെറ്റീരിയൽ എടുത്തിട്ട് സെപ്പറേറ്റ് എടുത്തിട്ട് കോട്ടൺ സിൽക്കിൻ്റെ ടോപ്പാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട്. നല്ല പ്ലീറ്റഡ് ആയിട്ടുള്ള സ്കേർട്ടാണ്. അപ്പോൾ ലാസ്റ്റ് ഒരു കുറച്ച് നാൾ കൊണ്ട് അവൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഡ്രസ്സസ്സാണ് കേട്ടോ ഇത് കണ്ടതെല്ലാതും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് പറയാം. ഏതെങ്കിലും സ്റ്റിച്ചിങ് പാറ്റേൺ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ, നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ അതുവരെയ്ക്കും ബൈ ഫ്രം നമസ്വി കൃഷ്ണ ആൻഡ് വിപിൻ കുമാർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.